വീട്ടമ്മയുടെ രഹസ്യം. 1-ാം അധ്യായം. പുതിയ വാടകക്കാരൻ. കൊച്ചിയിലെ ഒരു ചെറിയ കോളനിയിലാണ് മായ വസിച്ചിരുന്നത്. 34-കാരിയായ അവൾക്ക് ഭർത്താവുമായി വേർപിരിയാൻ 10 വർഷമായി. 2 കുട്ടികളെ അവൾ ഒറ്റയ്ക്ക് വളർത്തി. മൂത്തമകൻ കോളേജിൽ, മകൾ സ്കൂളിൽ. അവളുടെ ചെറിയ വീട്ടിൽ അടുത്ത മുറി വാടകയ്ക്ക് വിട്ടിരുന്നു. മാസം 6000 രൂപ. പലരും വന്നു നോക്കിപ്പോയി. ഒടുവിൽ ഒരു ശനിയാഴ്ച അരുണെത്തി. 36-കാരനായ അരുണ് ആഡി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഉയരമുള്ള ശരീരം, കറുത്ത ചർമ്മം, നല്ലൊരു പുഞ്ചിരി. അവൻ മായയുടെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു. മാഡം, ഞാൻ നാളെ തന്നെ താമസമാക്കാം, അരുണ് പറഞ്ഞു. മായ അവനെ നോക്കി. കാലങ്ങളായി ഒരു പുരുഷന്റെ അടുത്ത് ഇരിപ്പില്ല. അവളുടെ ഹൃദയം മിന്നൽ വേഗത്തിൽ അടിച്ചു. ശരി, നാളെ വരാം. പിറ്റേന്ന് അരുണ് സാധനങ്ങളുമായി എത്തി. മായ അവനെ സഹായിച്ച് മുറി സജ്ജമാക്കി. അവൾ അവന് ചായ ഉണ്ടാക്കി കൊടുത്തു. മാഡം, താങ്കൾക്ക് ഏതെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കുക. ഞാൻ 1-ാം നിലയിലാണ്, അരുണ് പറഞ്ഞു. എന്നെ മായ എന്ന് വിളിക്കൂ. മാഡം എന്ന് വിളിക്കേണ്ട. രാത്രി മായ കിടക്കയിൽ കിടന്ന് അരുണിനെക്കുറിച്ച് ചിന്തിച്ചു. അവന്റെ ശരീരം, അവന്റെ പുഞ്ചിരി. അവൾക്ക് നനവ് തോന്നി. 2-ാം അധ്യായം. അപ്രതീക്ഷിത സംഭവം. മഴക്കാലമായിരുന്നു. ഒരു രാത്രി ഇടിമിന്നലോടെ കനത്ത മഴ പെയ്തു. മായയുടെ മകൾ അനുവിനെ ഭയന്നു. അമ്മേ, ഞാൻ അമ്മയോടൊപ്പം കിടക്കട്ടെ? ശരി കുട്ടി. അവൾ മകളോടൊപ്പം കിടന്നു. പക്ഷേ മഴ കനത്തതായിരുന്നു. വെള്ളം മുറിയിലേക്ക് കയറി. മായ അലർട്ടായി. അവൾ അരുണിനെ വിളിച്ചു. അരുണേ, മുകളിൽ വെള്ളം കയറുന്നു. നീ വന്നു നോക്കണം. അരുണ് ഓടി വന്നു. അവൻ മുകളിലേക്ക് പോയി. ടെറസിലെ പൈപ്പ് തടസ്സപ്പെട്ടിരുന്നു. അവൻ അത് ശരിയാക്കി. പക്ഷേ അവൻ താഴേക്ക് വരുമ്പോൾ പടികൾ വഴുതി വീണു. അയ്യോ, അരുണ് നിലവിളിച്ചു. മായ ഓടി വന്നു. അവന്റെ കാൽ മുട്ടിൽ പരിക്കേറ്റിരുന്നു. രക്തം വന്നു. എന്റെ ദൈവമേ, നീ എന്റെ മുറിയിലേക്ക് വാ. ഞാൻ ആദ്യം ചെയ്യാം. അവൾ അവനെ താങ്ങിപ്പിടിച്ച് തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അനുവിനെ അവളുടെ മുറിയിലേക്ക് മാറ്റി. അമ്മ, ആ അങ്കിൾക്ക് എന്താ? ഒന്നുമില്ല കുട്ടി, നീ ഉറങ്ങൂ. മായ അരുണിന്റെ കാൽ വെള്ളത്തിൽ കഴുകി. പിന്നെ മരുന്ന് തടവി. അവൻ കട്ടിലിൽ കിടന്നു. വേദനിക്കുന്നുണ്ടോ? കുറച്ച്. പക്ഷേ താങ്കളുടെ കൈ തൊടുമ്പോൾ കുറയുന്നു. മായ അവനെ നോക്കി. അവൻ അത് തന്റെ ചുണ്ടുകളിൽ വെച്ചു. നീ സുന്ദരിയാണ് മായ. എനിക്ക് 40 വയസ്സായി അരുണേ. ഞാൻ പഴയവളല്ല. വയസ്സ് എന്നെ സംബന്ധിച്ച് അക്കമല്ല. അയാൾ എഴുന്നേറ്റ് അവളെ കട്ടിലിൽ കിടത്തി. മായയുടെ നൈറ്റി മുകളിലേക്ക് ഉയർന്നിരുന്നു. അവളുടെ വെളുത്ത തുടകൾ കണ്ടു. കണ്ണടച്ചോ മായ. എന്തിന്? ഞാൻ നിനക്ക് സുഖം തരാൻ പോകുന്നു. അരുണ് അവളുടെ നൈറ്റി മെല്ലെ മുകളിലേക്ക് ഉയർത്തി. അവളുടെ പാൻറ്റീസ് കണ്ടു. വെളുത്ത നിറം, ലേസ് കരകൾ. നീ ഇന്ന് വളരെ മനോഹരിയാണ്. അവൻ അവളുടെ തുടകളിൽ മുത്തമിട്ടു. മായ ഇളകി. കാലുകൾ അനങ്ങി. അരുണേയു. അമ്മേ. അവൻ അവളുടെ പാൻറ്റീസ് മെല്ലെ താഴ്ത്തി. അവളുടെ സുന്ദരിയായ സ്ഥലം കണ്ടു. അല്പം രോമങ്ങൾ, പിങ്ക് നിറം. നീ അഴുകിയതാണ് മായ. അവൻ അവിടെ മുഖം വെച്ചു. നാവുകൊണ്ട് തടവി. മായ ആകാശത്തിലേക്ക് പോയി. വർഷങ്ങളായി ആർക്കും ഇങ്ങനെ ചെയ്തിട്ട്. അമ്മേ. അയ്യോ. അവൾ അവന്റെ തലയിൽ കൈകൾ വെച്ച് അമർത്തി. അരുണ് വേഗത്തിൽ ചെയ്തു. അവളുടെ സുഖകേന്ദ്രത്തിൽ നാവുകൊണ്ട് അമർത്തി. 10 മിനിറ്റ് കഴിഞ്ഞ് മായ ഉയരത്തിൽ എത്തി. ശരീരം വിറച്ചു. അരുണേയു. വായ്. എനിക്ക് നിന്നെ വേണം. അവൻ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ മാറ്റി. അവന്റെ ശരീരം കണ്ട് മായ നിശബ്ദയായി. കൃഷ്ണവർണ്ണൻ, നല്ല വലുപ്പം. ഭയപ്പെടേണ്ട മായ. അവൻ അവളുടെ മുകളിൽ കിടന്നു. ചുണ്ടുകൾ ചേർത്ത് ആരമായി മുത്തി. കൈകൾ അവളുടെ മുലകളിൽ സഞ്ചരിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മായ. വളരെ ഇഷ്ടമാണ്.
അവൻ മെല്ലെ അവളിലേക്ക് പ്രവേശിച്ചു. മായ വലിയ ശബ്ദത്തിൽ മൂളി. വേദനിക്കുന്നുണ്ടോ? ഇല്ല. സുഖമാണ്. വേഗത്തിൽ. അവർ ഒന്നുപോലെ ചലിച്ചു. കട്ടിൽ കുലുങ്ങി. അരുണ അവളുടെ തലമുടിയിൽ മുഖം പൂഴ്ത്തി. അവളുടെ മുലകൾ ചപ്പി. അമ്മേ. അരുണേ. അരമണിക്കൂർ നീണ്ടു ആ സുഖയാത്ര. ഒടുവിൽ ഇരുവരും ഒരേ സമയം ഉയരത്തിൽ എത്തി. 4-ാം അധ്യായം. രഹസ്യബന്ധം. പിറ്റേന്ന് രാവിലെ മായ അരുണിന് ചായയും ബ്രെഡുമുണ്ടാക്കി. അവൻ അവളുടെ അടുത്തിരുന്നു കഴിച്ചു. ഇന്ന് രാത്രി വരുമോ? മായ ചോദിച്ചു. എന്തിന്? എനിക്ക് വീണ്ടും നിന്നെ വേണം. അരുണ് പുഞ്ചിരിച്ചു. ഞാൻ എപ്പോഴും വരും മായ. അങ്ങനെ ആരും അറിയാതെ അവരുടെ രഹസ്യബന്ധം തുടങ്ങി. രാത്രികളിൽ മക്കൾ ഉറങ്ങുമ്പോൾ അരുണ് മായയുടെ മുറിയിലേക്ക് വരും. ബാത്റൂമിൽ അവൾ അവന്റെ ശരീരം സോപ്പിട്ട് തുടച്ചു. നീ എന്റെ രാജകുമാരനാണ് അരുണേ. അവൻ അവളെ തിരിച്ചു കുളിപ്പിച്ചു. അവളുടെ മുലകളിൽ സോപ്പ് തടവി. നിന്റെ ശരീരം ദേവതയുടേതാണ്. അവൾ കുനിഞ്ഞ് അവനെ സുഖിപ്പിച്ചു. വെള്ളത്തിൽ അവരുടെ ശബ്ദങ്ങൾ മുഴങ്ങി. മറ്റൊരു ദിവസം അവൾ അവന് ഒരു സർപ്രൈസ് തന്നു. പുതിയ ലിംഗരീസ് വാങ്ങിയിരുന്നു. ഇത് നിനക്ക് വേണ്ടിയാണ്. അരുണ അവളെ ആ ലിംഗരീസിൽ കണ്ട് തീപിടിച്ചു. അവൾ ചുവന്ന നിറത്തിലുള്ള ബ്രായും പാൻറ്റീസും ധരിച്ചിരുന്നു. നീ അഗ്നിപർവ്വതമാണ് മായ. അന്ന് രാത്രി അവർ വളരെ നേരം സുഖിച്ചു. പല പൊസിഷനുകളും പരീക്ഷിച്ചു. 5-ാം അധ്യായം. സത്യം പുറത്തുവരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. മായ മാറിയിരുന്നു. അവൾ യുവതിയായി. മുഖത്തിൽ തേജസ്. ഒരു ദിവസം അവളുടെ മകൻ രാഹുൽ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നു. അവൻ അമ്മയുടെ മുറിയുടെ വാതിൽ തുറന്നു. അമ്മയും അരുണെങ്കിലും കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്നു. രാഹുൽ ഞെട്ടി. അമ്മേം. മായ എഴുന്നേറ്റു. രാഹുലേ. ഇത്. അരുണ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ ധരിച്ചു. രാഹുൽ, ഞാൻ വിശദീകരിക്കാം. എന്ത് വിശദീകരണം? നിങ്ങൾ ഞങ്ങൾ പ്രണയിക്കുന്നു. രാഹുൽ നിശബ്ദനായി. പിന്നെ അമ്മ സന്തോഷമാണോ? മായ കണ്ണുകൾ നിറഞ്ഞു. അതേ കുട്ടി, ഞാൻ സന്തോഷവതിയാണ്. എങ്കിൽ ശരി. പക്ഷേ ഇത് രഹസ്യമായി വേണം. അനുവിനെ ഇത് ബാധിക്കും. അങ്ങനെ മൂവർക്കും ഒരു ധാരണയായി. അരുണും മായയും തുടർന്നും കൂടിക്കിടന്നു. പക്ഷേ കൂടുതൽ ജാഗ്രതയോടെ. 6-ാം അധ്യായം. പുതിയ തുടക്കം. ഒരു വർഷം കഴിഞ്ഞ് അരുണ മായയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. മായ, നമുക്ക് വിവാഹം കഴിക്കാം. എന്റെ കുട്ടികൾ. അവരെ എന്റെ കുട്ടികളായി ഞാൻ സ്വീകരിക്കും. മായ അവനെ കെട്ടിപ്പിടിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം നിന്നെ കണ്ടുമുട്ടിയതാണ്. അവർ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവർ ഒരേ മുറിയിൽ, ഒരേ കട്ടിലിൽ, ഓരോ രാത്രിയും സുഖത്തോടെ ഉറങ്ങുന്നു. മുഗ്ധാവ്. ഇനിയും കഥകൾ വേണമെങ്കിൽ പറയും.